വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ് ഓർ പോസിറ്റീവ് ലൈഫ്. ജീവിതത്തിൽ നമ്മളോട് ജലസിയുള്ള ആളുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അസൂയ, കുശുമ്പ് ഇതൊക്കെ സ്വഭാവത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. മറ്റുള്ളവർക്ക് നന്മയുണ്ടാവുന്നത്, അവർക്കൊരു ഉയർച്ച ഉണ്ടാവുന്നതൊന്നും ഇത്തരക്കാർക്ക് സഹിക്കാൻ പറ്റില്ല. അവരിത് പല രീതിയിലായിരിക്കും പ്രകടിപ്പിക്കുന്നത്. ചിലർ നമ്മളെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്താനായിട്ട് ട്രൈ ചെയ്യും, അല്ലെങ്കിൽ നമ്മളോട് ദേഷ്യപ്പെടും, കളിയാക്കുക, നമ്മളെ ഇഗ്നോർ ചെയ്യുക, പൊങ്ങച്ചം പറയുക, നമ്മളെ താഴ്ത്തിക്കെട്ടാനായിട്ട് മനഃപൂർവ്വം ട്രൈ ചെയ്യുക. ഇതൊക്കെ ജലസി ആയിട്ടുള്ള ആളുകൾ ചെയ്യാറുണ്ട്. ഇതൊന്നും കൂടാതെ ചിരിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നിന്ന് പണി തരുന്ന ആളുകളും ഉണ്ട്. കുറച്ചൊന്ന് ക്ലോസ് ആയിട്ട് നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് ഇത്തരക്കാരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ ജലസിയുള്ള ആളുകളെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, നിങ്ങൾ എപ്പോഴും നല്ല പോസിറ്റീവായിട്ടിരിക്കുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഐ ആം ഓക്കെ എന്ന രീതിയിൽ പെരുമാറുക. ഈ ജലസിയുള്ള ആളുകൾ നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയും. എന്നാൽ അതൊന്നും നിങ്ങൾ മനസ്സിലേക്ക് എടുക്കാതിരിക്കുക. ഇതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമേ അല്ല എന്ന രീതിയിൽ പെരുമാറുക. ഇപ്പോൾ അവർ നമ്മുടെ മുഖത്ത് നോക്കി ചിലപ്പോൾ അവർ നമ്മളെ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമ്മളെ കളിയാക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സിറ്റുവേഷൻ നിങ്ങൾ ഒന്ന് സ്ട്രോങ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിക്കുക. അതായത് അവർ പറയുന്ന എന്നെപ്പറ്റി അല്ല എന്ന രീതിയിൽ അങ്ങ് നിന്നേക്കുക. അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാകും, ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇവർക്കൊന്നും ഏൽക്കുന്നില്ല. ഇങ്ങനെ ഒരു 2-3 തവണ നമ്മൾ ബിഹേവ് ചെയ്ത് കഴിയുമ്പം പിന്നെ അവർ നമ്മുടെ അടുത്ത് നിന്ന് തനിയെ മാറിപ്പോയിക്കുള്ളൂ. രണ്ടാമതായിട്ട്, ഇങ്ങനെയുള്ള ജലസിയുള്ള ആളുകൾ നമ്മുടെ അടുത്ത് മോശമായ രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ തിരിച്ചവരോട് മാന്യമായ രീതിയിൽ മാത്രം പെരുമാറുക. നമ്മുടെ സ്റ്റാൻഡേർഡ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുക. അവർ നമ്മളോട് മോശമായി പെരുമാറി അല്ലെങ്കിൽ നമ്മളെ മോശക്കാരാക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്ന് കരുതി നമ്മൾ അങ്ങനായി മാറുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ നമ്മൾ നല്ല സ്ട്രോങ് ആയി ഹാപ്പിയായി തന്നെ അവരോട് നല്ല രീതിയിൽ തിരിച്ച് ആൻസർ കൊടുക്കുക. നമ്മുടെ സ്റ്റാൻഡേർഡ് അവരുടെ മുന്നിൽ താന്നു പോവാതിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട്, നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെന്ന് കഴിയുമ്പം ഇത്തരക്കാർ നമ്മുടെ അടുത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് വന്നേക്കാം. മേ ബി മറ്റുള്ളവരുടെ കാര്യങ്ങളായിരിക്കാം, അല്ലെ നമ്മളെപ്പറ്റി തന്നെ ആയിരിക്കാം. ഇവർ പറയാൻ വന്നു കഴിഞ്ഞാൽ തിരക്ക് അഭിനയിച്ച് ഒന്ന് മാറി നിൽക്കുക. അതായത്, എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഫോൺ വരാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ബിസിയാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് നിന്ന് മാറിപ്പോകാം. നിങ്ങൾ നല്ല കുറച്ച് ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെയുള്ള ഫങ്ഷൻസിനൊക്കെ പോകുമ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പോസിറ്റീവായ നല്ല ആളുകളുടെ കൂടെ മാക്സിമം സമയം ചെലവഴിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഇത്തരക്കാരെ ഒരു 2-3 തവണ നിങ്ങളിങ്ങനെ അവോയ്ഡ് ചെയ്ത് കഴിയുമ്പം പിന്നെ അവർ നിങ്ങളുടെ പിന്നാലെ വരില്ല. നാലാമതായിട്ട്, നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുടെ കുറ്റം പറയില്ല എന്ന് തീരുമാനിക്കുക. മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് മാത്രം പറയുക. ഇപ്പം ഇവരുടെ കൂടെ കൂടി നമ്മളും ആ രീതിയിൽ മറ്റുള്ളവരെ പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ ഇവരും നമ്മളും തമ്മിൽ എന്ത് ഡിഫറൻസാണ് ഉണ്ടാവുക? അപ്പോൾ നമ്മളെല്ലാവരെയും പറ്റി നല്ലത് മാത്രം പറയാനായിട്ട് ശീലിക്കുക. ഒരിക്കലും ഒരാളുടെയും കുറ്റം പറയാതിരിക്കുക. അഞ്ചാമതായിട്ട്, നിങ്ങൾ എപ്പോഴും നിങ്ങൾക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ അടുത്തേക്ക് ഒരുപാട് നെഗറ്റിവിറ്റി ഉള്ള ആളുകൾ പോവില്ല. കാരണം അവർക്കറിയാം ഓരോ ആളുകളെയും എവിടെ നിർത്തണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിലേക്ക് ചെല്ലാനായിട്ട് ഇത്തരം ജലസിയുള്ള ആളുകൾ ഒന്ന് മടിക്കും. ആറാമതായിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടമോ വിഷമമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ജലസി ഉള്ള ആളുകളോട് ഷെയർ ചെയ്യാതിരിക്കുക. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സങ്കടം ഷെയർ ചെയ്ത് കഴിയുമ്പം അവർ പുറമേ ചിലപ്പോൾ സങ്കടമുള്ളതായിട്ട് അഭിനയിച്ചാലും അവർക്ക് മനസ്സിൽ സന്തോഷമായിരിക്കും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒന്നും ഇവരോട് ഷെയർ ചെയ്യാതിരിക്കുക. ഏഴാമതായിട്ട്, നിങ്ങൾ എപ്പോഴും നല്ല ബോൾഡായിട്ടിരിക്കുക, അതുപോലെ സ്ട്രോങ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഇമോഷൻസിനെ ഒരിക്കലും മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനായിട്ട് വിട്ടുകൊടുക്കാതിരിക്കുക. ഇമോഷണലി നിങ്ങൾ സ്ട്രോങ് ആയിരിക്കുക. മറ്റുള്ള ആളുകൾ നമ്മളെപ്പറ്റി നല്ലത് പറയാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുക. അതുപോലെ മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു, അവരെന്നെപ്പറ്റി എന്ത് പറയുന്നു എന്നോർത്ത് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. പറയുന്ന ആൾക്കാർ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമുക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ പോലും അതിലൊരു നെഗറ്റീവ് സൈഡ് കണ്ടെത്താൻ വേണ്ടി ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ആരെ ഒന്നും ബോധിപ്പിക്കാനായിട്ട് നിൽക്കണ്ട. നിങ്ങളായിട്ട് ഹാപ്പിയായി ജീവിക്കുക.
അപ്പോൾ ജലസിയുള്ള ആളുകളെ എങ്ങനെ നേരിടണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.